എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. മനോഹർ വന്ദനെ പെണ്ണ് കാണാനായിട്ട് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം വരണാന്ന് അറിയത്തില്ലാതെ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് വന്ദനയോട് സംസാരിച്ചുകൊണ്ടിരിക്കണേ. അങ്ങനെ സംസാരിച്ചൊക്കെ കഴിഞ്ഞ ശേഷം വരുണിനോട് ചോദിച്ചു, അല്ല എന്നെ ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കണം. ഇഷ്ടപ്പെട്ടെന്ന് പറയാണ്. അതെ, എനിക്ക് ഇത്രയും നല്ലൊരു പെൺകുട്ടി എന്റെ ജീവിതത്തിലേക്ക് തന്ന ദൈവത്തിന് ഞാൻ നന്ദി പറയാ. ഇത്രയും നാളുകളായി ഞാൻ നടക്കണേ, പക്ഷെ ഇത്രയും നല്ല സുന്ദരി കുട്ടിയെ എന്റെ ജീവിതത്തിൽ ഇതുവരെയായിട്ട് ഞാൻ കണ്ടിട്ട് പോലും ഇല്ലെന്ന് പറയണം. ഇത് കേട്ടതും വന്ദന പറഞ്ഞു, ഭാഗ്യം, എനിക്ക് ഇത്രയും നല്ലൊരു ഭർത്താവിനെ കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ പറയണം. പക്ഷെങ്കിൽ ആംഗ്യഭാഷ കാണിക്കുന്നതെല്ലാം കൃത്യമായിട്ട് മനോഹറിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. മനോഹർ അതിന് വ്യക്തമായിട്ട് മറുപടി തരുന്നുണ്ട്. അങ്ങനെ അവർ സംസാരം എല്ലാം കഴിഞ്ഞതിന് ശേഷം അകത്തേക്ക് ചെല്ലുവാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നിട്ട് സുഗന്ധി ചോദിച്ചു, അല്ല മോന്റെ അച്ഛനും അമ്മയ്ക്ക് എന്താ വരാതിരുന്നേ? അവര് വരുമെന്നൊക്കെയല്ലേ പറഞ്ഞു നിൽക്കുക. അത് പിന്നെ അവര് മുംബൈയിലാ ആന്റി, അതുകൊണ്ട് വരാൻ പറ്റാത്തതെന്ന് പറയണം. കുഴപ്പമില്ല, കല്യാണത്തിന് സമയത്ത് അവര് വന്നോളൂന്ന് പറയാം. ഓ അങ്ങനെയല്ലേ, അല്ല അവർക്ക് ബിസിനസ്സും കാര്യങ്ങളൊക്കെ നല്ല തിരക്കൊക്കെ ഉണ്ടെന്ന് പറയണം. അപ്പോഴേക്കും വരുണിന്റെ അച്ഛൻ ചോദിച്ചു, അല്ല ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണമെന്ന് ആഗ്രഹം. ഇത് കേട്ടതും മനോഹർ എനിക്കും അങ്ങനെ തന്നെയാ, എന്റെ അച്ഛനും അമ്മയും നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. ഇനിയിപ്പൊ അധികം വൈകാതെ അവരെയൊക്കെ വിളിച്ചോണ്ട് വന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ നടത്താന്ന് പറയാം. പിന്നെ വലിയ എൻഗേജ്മെന്റും കാര്യങ്ങളും നടത്തണമെന്ന് എനിക്ക് താല്പര്യമില്ല. ഒത്തിരി പണം ചെലവഴിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അങ്ങളെ ചെറിയ തോതിൽ കല്യാണം നടത്തിയാൽ മതി, ഒത്തിരി ആർഭാടമായിട്ട് നടത്തുന്നതോട് താല്പര്യമില്ലെന്ന് പറയാം. ഇത് കേട്ടതും സുഗന്ധി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം എന്റെ മോൾക്കും അത് തന്നെയാ, വലിയ ആർഭാടമായിട്ട് നടത്തുന്നതോട് താല്പര്യമില്ല. ചെറിയ രീതിയിൽ ഒന്നെങ്കിൽ വല്ല ക്ഷേത്രത്തിൽ വെച്ചോ അല്ലെങ്കിൽ ഒരു ചെറിയ ഓഡിറ്റോറിയത്തിൽ വെച്ചോ കല്യാണം നടത്തിയാൽ മതി എന്ന് പറയാം. പിന്നെ ഞങ്ങൾക്കുള്ളതല്ല, എപ്പോഴാണെങ്കിലും ഇവൾക്ക് തന്നെയല്ലേ, അതെങ്ങനെ വെറുതെ ആർഭാടം നടത്തി കളയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോ മനോഹർ ഉള്ളാലെ ചിരിക്കുകയാണ്. താൻ മനസ്സിൽ ഉദ്ദേശിച്ച പോലെ തന്നെയാണ് ഇവര് കാര്യങ്ങളൊക്കെ പറയുന്നത്, രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ. ആ സമയം ഇതെല്ലാം കേട്ടോണ്ട് അകത്ത് കല്യാണിയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അമ്പട വീര, നീ ശരിക്കും അവിടെ ഇരിക്കുക, ആസ്വദിച്ചിരിക്കുക, കല്യാണം ഒന്നാവട്ടെ, എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ കാണിച്ചു തരാം എന്നൊക്കെ പറയാണ്. അങ്ങനെ കുറെ സമയം കൂടെ സംസാരിച്ചിരുന്നിട്ടാണ് മനോഹർ അങ്ങോട്ട് പോകുന്നത്. മനോഹർ പോയി കഴിഞ്ഞ ഉടനെ കല്യാണിയും ജുബാനയും നിധി എല്ലാരും കൂടെ അങ്ങോട്ട് വരുവാണ്. പിന്നീട് വരുണോട് പറഞ്ഞു, കലയ്ക്ക് ഒന്നാം തരവായിട്ടുണ്ട് അഭിനയം, പെണ്ണല്ലെന്ന് ആരും പറയത്തില്ല എന്ന് പറയണം. ഞങ്ങൾ പോലും അന്തം വിട്ടുപോയെന്ന് പറയണം പെർഫോമൻസ് കണ്ടിട്ട്. ഇത് കേട്ടപ്പോ നിഷ പറഞ്ഞു, അത് പിന്നെ വരുണേട്ടൻ പണ്ടേ അഭിനയിക്കാൻ മിടുക്കനാന്ന് പറയണം. പിന്നീട് വരുണിനോട് പറഞ്ഞു, അതെ അവനല്ലേ ആള്, മിക്കവാറും വില കൂടിയ സമ്മാനങ്ങളൊക്കെ തരാൻ ഇടയുണ്ട്. കാരണം പണക്കാരനാന്ന് അറിയിക്കണമല്ലോ. അവൻ എല്ലാ പെൺകുട്ടികളോടും ചെയ്യുന്ന രീതികൾ അതൊക്കെ തന്നെയാ, ഇവിടെ അതൊക്കെ തന്നെ ആയിരിക്കും ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് കേട്ടൻ വരും പറഞ്ഞു, അവൻ തരട്ടെ, വില കൂടിയ സമ്മാനങ്ങളൊക്കെ തരട്ടെ, ഇനി കുറെ സമ്മാനങ്ങൾ അവൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് മേടിച്ചെടുക്കാനുള്ള, അവന്റെ പോക്കറ്റ് കാലിയാക്കുന്ന കാര്യം ഞാൻ തീരുമാനിച്ചെന്ന് പറയാം. ഇത് കേട്ടപ്പോ കല്യാണം പറഞ്ഞു, അവന്റെ പോക്കറ്റ് അല്ല കാലിയാൻ പോകുന്നത്, സരയുവിന്റെ ആന്ന് പറയണം. മിക്കവാറും ആ കുടുംബം കുളം തോടും. ഇത് കേട്ടപ്പോൾ വരും പറഞ്ഞു, അങ്ങനെ തന്നെ വേണം, എനിക്ക് ആവശ്യമുള്ള എല്ലാം അവന്റെ കയ്യിൽ ഞാൻ മേടിച്ചെടുക്കുമെന്ന് പറയണം. ഇത് കേട്ടപ്പം കല്യാണി പറഞ്ഞു, അവനാള് ഒരു വില്ലനാന്ന് പറയാ, അതൊക്കെ ഞാൻ ഏറ്റു, എന്റെ അടുത്തല്ലേ, അവന്റെ അടവോ അഭ്യാസം ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറയണം. കണ്ടോ, ഈ തവണ അവന് കുടുങ്ങിയ തന്നെ, ഇനി ഒരു പെണ്ണിന്റെ പുറകെ അവൻ പോകത്തില്ല, അതുപോലെ അവനെ ഞാൻ ആക്കിയെടുക്കും എന്നൊക്കെ പറയണം. അങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ടാണ് കല്യാണിയൊക്കെ വീട്ടിലേക്ക് പോകുന്നത്. ഈ സമയം സരു ആകെപ്പാടെ കട്ട കലിപ്പിലാണ്. വേറൊന്നുമല്ല, രാഹുലിനോടുള്ള കട്ട കലിപ്പിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് രാഹുൽ അങ്ങോട്ടേക്ക് വരുന്നേ. രാഹുൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശാരിയോട് സരിയ പറഞ്ഞു, വരുന്നുണ്ട്, എന്ത് ചെയ്യാനാന്ന് പറ. ഇത് കേട്ടപ്പം രാഹുലോട്, നീ ആരെക്കുറിച്ചാ പറഞ്ഞെന്ന് ചോദിക്കും. ആരെക്കുറിച്ച്? അച്ഛനെ കുറിച്ച് എന്നെന്ന് പറയാം. ഓഹോ, ഇപ്പൊ നിനക്ക് എന്നെ കാണുന്ന പോലെയും ചതുർത്തി അല്ലേന്ന് ചോദിക്കും. അതെ, കാണുന്ന പോലെയും ചതുർത്തിയ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ ചെയ്തു വെക്കുന്നേ. എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ഒറ്റ ഒരുത്തം കാരണം ഇതേ എന്റെ മനുവേട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്ന് പറയാം. ഇത് കേട്ടത് രാഹുൽ ചോദിച്ചു, നിങ്ങളോ? അല്ലാതെ പിന്നെ എന്താ പറയണ്ടേ, എന്റെ മനുവേട്ടനെ കൊല്ലാൻ നോക്കിയതല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ രാഹുൽ പറഞ്ഞു, കൊല്ലാൻ നോക്കുമല്ല, അവനെ ഞാൻ കൊല്ലുക തന്നെ ചെയ്യുമെന്ന് പറയാണ്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നേ? എന്റെ പെങ്ങൾ എന്നെ ചതിച്ചു കഴിഞ്ഞപ്പോ എനിക്കുണ്ടായ വിഷമം ഉണ്ടല്ലോ, ആ വിഷമത്തെക്കാളും കൂടുതൽ വിഷമം നീ അനുഭവിക്കാൻ പോകുന്നേ അവൻ നിന്നോടൊപ്പം ഉണ്ടെങ്കിൽ എന്ന് പറയാ. പെട്ടെന്ന് ഷാരിയോട് സറിയ പറഞ്ഞു, ദേ നിങ്ങളുടെ ഭർത്താവിനുണ്ടല്ലോ ഭ്രാന്താന്ന് പറയാണ്. നേരത്തെ ചെറിയ വട്ടം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ അത് മുഴുവട്ടായെന്നാ തോന്നിയെന്ന് പറയാം. രാഹുൽ പറഞ്ഞു, ഭ്രാന്തി ഞാൻ പറയണില്ല, അധികം വൈകാതെ കണ്ടോ, ഭ്രാന്ത് ആർക്കാന്ന് നിനക്ക് മനസ്സിലാവുന്ന പറയാ, എന്നെ കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കണ്ട, മോളായി പോയി, അല്ല ഞാൻ പറഞ്ഞാനെന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോവാ. ആ സമയം ഷാരി പറഞ്ഞു, മോളെ
നീ അയാളോട് ഇനി കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട. അറിയാലോ അയാളുടെ സ്വഭാവം എന്താന്ന്. സമാധാനം എന്റെ നടക്കുക. അയാളുടെ പെങ്ങള് കാണിച്ചു കൂട്ടിയാനൊക്കെ നമ്മളോട് ദേഷ്യപ്പെടുന്നു പറയാണ്. ഇത് കേട്ടപ്പം സരയു പറഞ്ഞു, എന്തൊക്കെയായിരുന്നു ഇവിടെ, പെങ്ങളുടെ സ്വത്ത് വിറ്റ് കുറെ പൈസ കിട്ടുമെന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് ഇപ്പോഴാണ്ടെ ഒന്നുമില്ലാത്ത അവസ്ഥയായി. ഞാനും എന്റെ മനുവേട്ടനും കൂടെ അമേരിക്കയ്ക്ക് പോകും അധികം വൈകാതെ. ഉള്ള സ്വർണ്ണം എല്ലാം ലോക്കലിൽ ഇരിക്കുന്നതെല്ലാം എടുത്ത് വിറ്റിട്ടോ പോകുന്നുള്ളൂ. ഇവിടെ വെച്ചിട്ട് എന്തായാലും പോയില്ല എന്ന് പറയണം. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ശാരിയുടെ നെഞ്ചിനകത്ത് എടുത്തി വീണു. ദൈവമേ, അതും കൂടെ വിറ്റ് തിന്നാനുള്ള പുറപ്പാടായിരിക്കും അവന്, ആ ദുഷ്ടം മനോഹർ. അതൊരു കാരണവശാലും നടത്തിക്കൂടാ. എങ്ങനെയെങ്കിലും അതിനു മുമ്പ് ഇവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്ന് ശാരി തീരുമാനിക്കുകയാണ്. പിന്നീട് രാഹുൽ നേരെ പോണേ പ്രകാശനെ കാണാൻ വേണ്ടി ചെല്ലുവാണ്. അങ്ങനെ പ്രകാശനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശനോട് പറഞ്ഞു, എടാ പ്രകാശ, അധികം വൈകാതെ തന്നെ കാര്യത്തിന്റെ തീരുമാനമാവും. നിന്റെ മോന് വന്ന് പറഞ്ഞില്ലേന്ന് ചോദിക്കും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, അവൻ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ. അതെ, മുരുകൻ എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അവന്റെ സ്കെച്ചും പ്ലാനും തയ്യാറാക്കി കഴിഞ്ഞു. ആദ്യ കിരണ അവനെ തീർക്കാൻ പോന്നെ. അവൻ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പെങ്ങളെന്ന് പറയുന്നവള് കടന്ന് കരയുമെന്ന് പറയാം. അല്ല, ഞാൻ അന്ന് ചോദിച്ചോട്ടെ രാഹുലേ, എവിടെയെങ്കിലും പ്ലാനും പദ്ധതികളും പൊളിഞ്ഞു പോയാലോ? എങ്ങാനും അവന് അത് സാധിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം. അതാണോ? അങ്ങനെ വന്നിട്ടുണ്ടല്ലോ, എന്ത് ചെയ്യണം നീ രാഹുലിന് അറിയാന്ന് പറയണം. രാഹുൽ വെറുതെ ഒന്നും അല്ല ഇരിക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് എളിയൊരു പിസ്റ്റളും കെടുക്കുവാണ്. അതെടുത്തുകൊണ്ട് കാണിച്ചു കൊടുത്ത് നോക്ക്, ഇത് കണ്ടോ, അവനെ ഞാൻ തീർക്കും. അവനെ മാത്രമല്ല കുടുംബത്തിനോട് എല്ലാത്തിനും ഞാൻ തീർക്കും എന്ന് പറയാം. ആരെയൊക്കെ തീർത്താലും എനിക്കെതിരെ കേസ് വരാൻ പോകുന്നില്ല. കാരണം ഞാൻ മെന്റൽ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ട്. എനിക്ക് ഷോക്ക് ട്രീറ്റ്മെന്റും തന്നിട്ടുണ്ട്. എനിക്ക് ഈസി ആയിട്ട് ഊരി പോരാൻ പറ്റുമെന്ന് പറയാം. ഇത് കേട്ട പ്രകാശം പറഞ്ഞു, ആഹാ, അത് കൊള്ളാലോ, അത് നല്ലൊരു കാര്യമാണല്ലോ എന്ന് പറയാണ്. ഇത് കേട്ടതും രാഹുൽ പിന്നെ എനിക്ക് എന്നെ കുറിച്ച് എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത്, ഒന്ന് കാണാതെ ഈ രാഹുൽ വേറൊന്നും ചെയ്യത്തില്ല എന്ന് പറയാണ്. അങ്ങനെ രാഹുൽ സന്തോഷത്തോടെ അവിടെ നിന്നും കൂടെ പോവാണ്. ഈ സമയം കല്യാണി വീട്ടിലേക്ക് വരിക. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ദേവി അങ്ങോട്ട് ചെന്ന് കാര്യങ്ങളൊക്കെ തിരക്കുവാണ്. തിരക്ക് കഴിഞ്ഞപ്പോഴത്തേനും കാര്യങ്ങളൊക്കെ പറയണം. മനോഹർ പെണ്ണ് കാണാൻ ചെന്നതിനെ കുറിച്ചൊക്കെ എല്ലാം കേട്ട് ഞാൻ ദേവി പറഞ്ഞു, അവരെങ്ങോട്ട് വലിച്ചിറക്കിയിട്ട് നാളുടെ മോൾക്കിട്ടങ്ങോ മോൾക്ക് അവനിട്ട് അങ്ങോട്ട് പൊട്ടിക്കാൻ മേലാരും ചോദിക്കണം. ഇല്ലമ്മേ, സമയമായിട്ടില്ല. അങ്ങനെ അവനിട്ട് പൊട്ടിച്ചാലും നാളെ ഇതല്ലെങ്കിൽ വേറെ ഏതൊരു പെണ്ണിന്റെ പുറയാവും പോവും. അതൊരു കാരണവശാലും പാടില്ല. ഇപ്പൊ തന്നെ അവനെ ഭൂമിയിൽ നിന്ന് പറഞ്ഞുകൊണ്ട സമയം കഴിഞ്ഞു. പക്ഷെ അപ്പുറത്തെ ഒരുത്തിയുണ്ടല്ലോ സരയു, അങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ അവള് രക്ഷപ്പെട്ടു. അവൾ ഇച്ചോടെ പഠിക്കാണ്ട് അവളുടെ അഹങ്കാരത്തിന്. അതുകൊണ്ട് മാത്രം അവനെ ഇങ്ങനെ നേർച്ചക്കോഴിനെ നിർത്തിയേക്കുന്ന പോലെ നിർത്തിയേക്കുന്നത്. അല്ലെങ്കിലുണ്ടല്ലോ അവനെ പണ്ട ചുരുട്ടി കൂട്ടിയാലും കിരണേട്ടൻ എന്നൊക്കെ പറയണം. എന്നാലും എത്ര കിട്ടിയാലും പഠിക്കുമല്ലോ മോളെ. എത്ര പെൺകുട്ടികളുടെ ജീവിതം അവനായിട്ട് തകർത്ത് കളഞ്ഞു നിൽക്കുക. അതേമേ, പക്ഷെ ഇനി അവൻ ഒരു പെൺകുട്ടിയുടെ പോലും ജീവിതം നശിപ്പിക്കില്ല എന്ന് പറയാം. അല്ല മോളെ, അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? അതിനുള്ള പ്ലാനുകളും പദ്ധതികളൊക്കെ നടത്തിയുമേ. ഇനി അധികം വൈകാതെ അവൻ കുടുങ്ങൂന്ന് പറയണം. അവനിനി ഒരിടത്തും ഒരു രക്ഷയുണ്ടാകത്തില്ലെന്ന് പറയാം. ദീപ പറഞ്ഞു, സൂക്ഷിക്കണം, അവൻ വിഷവിത്താണ്. അവനെപ്പോലെ തന്നെയാണ് ആ വീട്ടിലുള്ള ബാക്കി എണ്ണങ്ങളെന്ന് പറയണം. അതെ, ആ സരുവിന് കിട്ടേണ്ടത് തന്നെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ആ കാര്യത്തിൽ നമ്മൾ പേടിക്കണ്ടമ്മേ, ധൈര്യമായിട്ടിരുന്നു. അവനിട്ടുള്ളത് കിട്ടും. അവനിട്ട് മാത്രമല്ല ആ സരയുവിനിട്ടുള്ളതും കിട്ടാൻ പോവാന്ന് പറയണം. അത് പറഞ്ഞിട്ട് കല്യാണി അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോന്നെ. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.